നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 945th day. Today 28th sloka of Pradhama Skandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 945 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്തസ്വമാതൃഭി വവന്ദേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുധാ. ഓം തത്സത്. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്തസ്വമാതൃഭി വവന്ദേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുധാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് പ്രവിഷ്ട തു ഗൃഹം പിത്രോ. ഗൃഹം പിത്രോ. പ്രവിഷ്ട തു ഗൃഹം പിത്രോ പരിഷ്വക്ത സ്വമാതൃഭി വവന്ദേ ശിരസ സപ്ത ദേവകീ പ്രമുഖാമുധ. അതായത് പിത്രോ മാതാപിതാക്കന്മാരുടെ ഗൃഹം ഭവനത്തെ പ്രവിഷ്ട തു പ്രവിഷ്ടനായിട്ട് പ്രവേശിച്ചിട്ട് സ്വമാതൃഭി തൻ്റെ അമ്മമാരാൽ പരിഷ്വക്ത ആലിംഗനം ചെയ്യപ്പെട്ടവനായിട്ടും ദേവകീ പ്രമുഖ ദേവകീ മുതലായ സപ്ത 7 പേരെ മുതാ സന്തോഷത്തോടുകൂടി ശിരസ്സുകൊണ്ട് വന്ദിച്ചു. അതായത് ഭഗവാൻ ഇപ്രകാരം ദ്വാരകയുടെ രീതികളിലൂടെ സഞ്ചരിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പട്ടണവീതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കന്മാരുടെ ഗൃഹത്തിൽ വാസസ്ഥാനത്തിൽ പ്രവേശിച്ചു. ഭഗവാൻ അപ്പോൾ അങ്ങനെ പ്രവേശിച്ചപ്പോൾ അമ്മമാരൊക്കെ വന്ന് ഭഗവാനെ ആലിംഗനം ചെയ്തു. ഭഗവാനും ദേവകി മുതലായ 7 അമ്മമാരെ വളരെ സന്തോഷപൂർവ്വം ദണ്ഡനമസ്കാരം ചെയ്തു വന്ദിച്ചു. വസുദേവരുടെ 7 പത്നിമാരെയും ഭഗവാൻ അമ്മമാരായി കരുതി വന്ദിച്ചു. എല്ലാവരെയും ഭഗവാൻ തുല്യരായിട്ട് അമ്മമാരായിട്ട് കരുതിയിരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഭഗവാൻ ആ ഗൃഹത്തിൽ ദ്വാരകയിൽ വന്ന് ദ്വാരകയിൽ നിന്നും തൻ്റെ അച്ഛൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ അച്ഛൻ്റെ പത്നിമാരായ എല്ലാ ദേവകി തൻ്റെ അമ്മയടക്കമുള്ള എല്ലാവരും സന്നിഹിതരായിരുന്നു. അവരൊക്കെ ഭഗവാനെ ആലിംഗനം ചെയ്തു. ഭഗവാനും അവരെയൊക്കെ നമസ്കരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്ത സ്വമാതൃഭി വവന്ദേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുധാ. ദേവകി മുതലായ 7 പേരെയും ഭഗവാൻ മുതാ സന്തോഷത്തോടുകൂടി അവരെ ശിരസ്സുകൊണ്ട് വന്ദിച്ചു എന്നാണ് പറയുന്നത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.